ഇന്നത്തെ റെസിപ്പി കല്ലുമ്മക്കായ പാസ്ത വിതൗട്ട് കല്ലുമ്മക്കായ. അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ പാസ്ത എന്നാണ് ഞാൻ റെസിപ്പിക്ക് പേരിട്ടേക്കുന്നത്. നമ്മുടെ പാസ്ത കല്ലുമ്മക്കായ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. ഇവിടെ 1.5 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അതൊന്നും കാണിക്കണമെന്ന കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ട് ആ ബോളിന് ചുറ്റും കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ 3 ബോളായിട്ട് അതിനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതിന് പൊടിയൊന്നും വിതറണ്ട കേട്ടോ. അല്ലാതെ തന്നെ ആ കൗണ്ടർ ടോപ്പിനകത്ത് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അത്യാവശ്യം അധികം കട്ടിയാവണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് നൈസും ആവണ്ട. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി. അതിനുശേഷം ഇതിൻ്റെ 4 സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടണം, ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിൽ കിട്ടണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം എടുക്കുക. എടുത്തിട്ട് അത് 2 സൈഡ് അപ്പുറത്ത് കോണോട് കോണായിട്ട് മടക്കുക. എന്നിട്ട് അപ്പുറത്ത് 2 ആ ഒരു തുമ്പ് ഭാഗമല്ലേ അതിങ്ങനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ ആ ഒരു കല്ലുമ്മക്കായയുടെ ആ കക്കയിറച്ചിയുടെ ആ ഒരു ഷേപ്പ് വരുന്നില്ലേ. അപ്പോൾ എല്ലാം ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഒരു നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഒരു പാസ്ത ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കുക. ഏകദേശം 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇത് നമുക്ക് വെന്ത് വരും. വെന്ത് വരുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതെന്ന് വെച്ചാൽ, അത് വെന്ത് വന്നാൽ നമ്മൾ അറിയുന്നത് ഇതിങ്ങനെ എല്ലാം അവസാനം നല്ല മുകളിലായിട്ട് വന്നിങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോഴത്തേക്ക് അത് വെന്ത് വന്നെന്നാണ് അർത്ഥം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും, വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത്, അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം നമുക്കിതേപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഇതിങ്ങനെ ആയാലും വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇതിനകത്ത് കുറച്ച് മസാല പരിപാടികളൊക്കെ ചേർത്താൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ പാസ്ത കഴിക്കാം കേട്ടോ. വിത്തൗട്ട് കല്ലുമ്മക്കായാണെന്ന് ഓർമ്മ വേണം. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ 2-3 ഞാൻ അരിയാൻ വിട്ടുപോയി. അത് വീണ്ടും എടുത്ത് അരിഞ്ഞാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ഒരു പാസ്ത റെഡിയാക്കി വെക്കുന്നതിനകത്ത് ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മസാലയ്ക്കകത്ത് ഉപ്പ് വേണമല്ലോ. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് സവാളയൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് വരുന്ന സമയത്ത് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിച്ചെടുക്കുക. ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതേ അളവിൽ തന്നെ നമ്മൾ സോയാ സോസും കൂടെ ഒഴിച്ചെടുക്കുക കേട്ടോ. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ വേണം നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ ആ ഒരു മസാലയ്ക്കകത്തൊന്ന് പിടിച്ച് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. മിക്സായി വന്നതിന് ശേഷം നമ്മുടെ ആ പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ എല്ലായിടത്തും കൂടെ നല്ലതുപോലെ പാസ്തയ്ക്കകത്തൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നമ്മളിതൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാം കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കിയ ദിവസം അവരുടെ സ്നാക്സ് ആയിട്ട് ഇതാണ് കേട്ടോ കൊടുത്തു വിട്ടത്. നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഫില്ലിങ്ങുമാണ്. പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. നല്ല ഹെൽത്തി ആണല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ ഈ ഒരു മസാല തയ്യാറാക്കുന്ന സമയത്ത് ചിക്കൻ വേണമെങ്കിൽ ഇടാം, അതുപോലെ തന്നെ മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള കല്ലുമ്മക്കായ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.